വിശുദ്ധ ഖുർആനിലെ വചനങ്ങളിൽ പിൽക്കാലത്ത് ശാസ്ത്രീയമായി നാം ബോധ്യപ്പെട്ട യാഥാർത്ഥ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ചില വചനങ്ങളാണ് കഴിഞ്ഞ ഭാഗങ്ങളിൽ സൂചിപ്പിച്ചത്. ഇതുപോലെ തന്നെ സംഖ്യാപരമായ അനേകം അത്ഭുതങ്ങൾ നമുക്ക് വിസ്മയങ്ങളും ഖുർആനിൽ കാണാൻ കഴിയും. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞിടാം. ബാക്കിയുള്ളത് പരതിയാൽ കിട്ടാൻ വിശാലമായി തന്നെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. സംഖ്യാപരമായ വിശുദ്ധ ഖുർആനിൻ്റെ വിസ്മയങ്ങൾ, അതിൽപ്പെട്ട ഒന്നാണ് സൂറത്ത് ആൽ ഇംറാനിലെ 59-ാമത്തെ വചനം. അതിൽ പറയുന്നു, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം. അള്ളാഹുവിങ്കൽ ഈസ നബിയുടെ ഉപമ ആദം നബിയുടെ ഉപമയെ പോലെയാണ്. എന്താണ് ഉപമയുടെ താല്പര്യം? പിതാവില്ലാതെ ജനിച്ചു എന്നതുകൊണ്ട് ഈസ നബിയെ ദൈവപുത്രനായി മനസ്സിലാക്കി ദൈവമായി ആരാധിക്കുന്നവരോട് അള്ളാഹു പറയുകയാണ്, ഈസ നബി എന്ന് പറയുന്നത് ആദം നബിയെ പോലെയാണ്. അല്ലെങ്കിൽ അത്ര അത്ഭുതപ്പെടാവുന്ന ജന്മവുമല്ല ഈസ നബിയുടെ. കാരണം ഈസ നബിക്കൊരു മാതാവുണ്ടല്ലോ, പ്രസവിക്കാനൊരു ഉമ്മയുണ്ടല്ലോ. ആദം നബി ആകട്ടെ മാതാവും പിതാവും ഇല്ലാതെയാണ് ജനിച്ചത്. അപ്പോൾ അക്കാരണം കൊണ്ട് ദൈവപുത്രനും ദൈവവുമാക്കുമെങ്കിൽ അതിന് ഏറ്റവും യോഗ്യൻ ആദം നബിയാണ് ഈസ നബിയേക്കാൾ എന്ന് അള്ളാഹു പറയാണ്. ഇവിടെ പ്രയോഗിച്ചത് ഇന്ന മസല ഈസ നബിയുടെ ഉപമ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുത്ത്, കമസലി ആദം നബിയുടെ ഉപമ പോലെയാണ് എന്ന്. എന്നിട്ട് ഈ വിശുദ്ധ ഖുർആൻ നമ്മൾ പരതി നോക്കുന്ന സമയത്ത് എത്ര തവണയാണോ ഈസ എന്ന പദം ഉപയോഗിച്ചത്, എന്ന നാമം പ്രയോഗിച്ചത്, അത്ര തവണ തന്നെയാണ് ആദം എന്ന നാമവും പ്രയോഗിച്ചതായിട്ട് നമുക്ക് കാണുക. രണ്ടും 25 തവണയാണ് അള്ളാഹു ഖുർആനിൽ ഉപയോഗിച്ചത്. ആ യാഥാർത്ഥ്യം കൂടി ബോധ്യപ്പെട്ട് ഈ വചനം പാരായണം ചെയ്യുന്ന വിശ്വാസിയുടെ ഈമാനിക വളർച്ചയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന മസല ഈസ നബിയുടെ ഉപമ ആദം നബിയുടേതുപോലെയാണ് എന്ന് പാരായണം ചെയ്യുന്ന വിശ്വാസിക്ക് 2 നാമങ്ങളും ഖുർആനിൽ പ്രയോഗിക്കപ്പെട്ടത് 25 തവണയാണ് എന്ന വസ്തുത ബോധ്യപ്പെടുന്ന സമയത്ത് ഈമാനിക ഉണർവുണ്ടാകുമല്ലോ. ഇങ്ങനെ ധാരാളം സംഖ്യാപരമായ അമാനുഷികതകൾ, വിസ്മയങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്, അനേകമുണ്ട്. ആ പഠനത്തിലേക്കുള്ളൊരു സൂചന മാത്രമാണ് ഈ ഭാഗത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു വചനമാണ് നമ്മളെല്ലാം വെള്ളിയാഴ്ചകൾ പാരായണം ചെയ്യാറുള്ള സൂറത്തുൽ കഹ്ഫിലുള്ള വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദൂ 9. 300 വർഷവും 9 അധികവും. 309 എന്ന് പറയാൻ അള്ളാഹുവിനെ അറിയാനിട്ടല്ലല്ലോ, മറിച്ച് 300 വർഷവും 9 അധികവും. അതെന്താ അങ്ങനെ ഒരു പ്രയോഗത്തിൻ്റെ പ്രസക്തി? വലബിസൂ ഫീ കഹ്ഫിഹിം, അവർ അവരുടെ ആ ഗുഹയിൽ താമസിച്ചത് 300 സിനീൻ 300 വർഷമാണ്. വസ്ദാദു 9, പിന്നെ 9 വർഷവും. എന്താണ് ഇങ്ങനെ പറയുന്നത്? 309 എന്ന് കൃത്യമായി പറഞ്ഞൂടെ? 300 ചില്ലുവാനും എന്നല്ലല്ലോ, കൃത്യമായ കണക്ക് തന്നെയാണ് അള്ളാഹു പറയുന്നത്. പക്ഷെ 300ഉം പിന്നെ 9ഉം. എന്താണ് ഇങ്ങനെ രണ്ടായി? ഖുർആനിൽ ഒരു പദം പോലും ഏറെയില്ല, കുറവുമില്ല, കൃത്യമാണ്. പരമാവധി വാക്കുകൾ വിശദീകരണം ചുരുക്കിയ പദപ്രയോഗമാണ് ഖുർആനിലുള്ളത്. എങ്കിൽ പിന്നെ 309 എന്ന് പറയുമ്പോഴാണ് കുറഞ്ഞ പദം ഉപയോഗിക്കുക. പക്ഷെ അള്ളാഹു ഇവിടെ 300ഉം 9 അധികവും എന്ന് പറയുമ്പോൾ ഒരു വാക്കെങ്കിലും കൂടുതൽ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ അതിനൊരു പൊരുളുണ്ടാകും, അന്വേഷിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. 300 സൗരവർഷം എന്ന് പറയുന്നത് 309 ചാന്ദ്രവർഷമാണ്. 300 സോളാർ ഇയേഴ്സ് എന്ന് പറയുന്നത് 309 ലൂണാർ ഇയേഴ്സാണ്. കാരണം നമുക്കറിയാം 365 ദിവസമാണ് ഒരു സൗരവർഷം അല്ലേ? ഒരു ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള സമയമെന്ന് പറയുന്നത് 365 ദിവസമാണ്. അപ്പോൾ ആ 1/4 ദിവസം എവിടെ പോയി എന്ന് ചില ആളുകൾ സംശയിക്കും. ആ 1/4 ദിവസം ലഭിക്കുന്നത് 2 വർഷം കഴിയുമ്പോൾ 2 1/4 ചേർന്ന് അരയാകും. 4 വർഷം കഴിയുമ്പോൾ 2 അര ചേർന്ന് 1 ദിവസമാകും. അങ്ങനെ ഓരോ 4 വർഷം കഴിയുമ്പോഴും 366 ദിവസം ലഭിക്കും. അത് നമ്മൾ ഇട്ട് കൊടുക്കാറ് ഫെബ്രുവരിക്കാണ്. കാരണം ഫെബ്രുവരിക്ക് ആകെ 28 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ഫെബ്രുവരിക്ക് 1 ദിവസം കൂടുതൽ ഇട്ട് കൊടുക്കും, 29 ആക്കും. അതിനെയാണ് നമ്മൾ ലീപ്പ് ഇയർ, അതിവർഷം എന്നൊക്കെ പറയാം. ഓരോ 4 വർഷം കഴിയുമ്പോഴും ഇനിയിപ്പോൾ 2020 ലീപ്പ് ഇയർ ആയിരുന്നു, 2024 ലീപ്പ് ഇയർ ആയിരുന്നു, 2028 വരും. ഫെബ്രുവരിയിൽ 1 ദിവസം കൂടുതൽ വരും. അപ്പോൾ 365 ദിവസമാണ് 3 വർഷവും. 4-ാം വർഷമാകുമ്പോൾ 366 ആകുന്നു. അപ്പോൾ ടോട്ടൽ കൂട്ടി നോക്കി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 365 ദിവസം. എന്നാൽ ഒരു ലൂണാർ ഇയറോ, ചന്ദ്രവർഷത്തിൻ്റെ പ്രത്യേകത 12 മാസത്തിൽ 6 മാസം 30 ദിവസമായിരിക്കും, 6 മാസം 29 ദിവസമായിരിക്കും. 6 മാസം 30. ഏതൊക്കെ 6 മാസം 30 അതറിയില്ല, ഏതൊക്കെ 6 മാസം 29 അതും അറിയില്ല. അതുകൊണ്ടാണ് മാസം കാണേണ്ടി വരുന്നത്. 31 ഉണ്ടാവില്ല, 28 ഉണ്ടാവില്ല. അപ്പോൾ 6 × 30 എത്ര?
6 3 18 180. 6 ഇൻറ്റു 29, 180 6 കുറച്ചാൽ എത്ര? 174. രണ്ടും കൂടെ കൂട്ടിയാൽ 354. അപ്പോൾ ഒരു ചാന്ദ്രവർഷം എന്ന് പറയുന്നത്, ഒരു ലൂണാർ ഇയർ എന്ന് പറയുന്നത് 354 ദിവസമാണ്. സൗരവർഷമോ 365. 11 ദിവസം വ്യത്യാസമാണ്. നമുക്ക് കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് 11 എടുക്കാം. അപ്പോൾ ഒരു വർഷത്തിൽ 11 ദിവസം വ്യത്യാസം വരും. അതായത് ഓഗസ്റ്റ് 11 ഒരു വർഷം റമദാൻ വന്നത് എങ്കിൽ അടുത്ത വർഷമാകുമ്പോൾ അത് റമദാൻ വരിക ജൂലൈ 31 കാരണം എന്താ? 11 വർഷം കുറഞ്ഞു. അടുത്ത റമദാൻ വരിക ജൂലൈ 20 അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ റമദാൻ ഇങ്ങനെ ഓരോ വർഷവും പുറകോട്ട് പോകുന്നത്. അങ്ങനെ ഒരു വർഷത്തിൽ 11 ദിവസത്തെ വ്യത്യാസമാണെങ്കിൽ 3 വർഷത്തിൽ എത്ര ദിവസത്തെ വ്യത്യാസം ഉണ്ടാവും? 33 ദിവസത്തെ വ്യത്യാസം ഉണ്ടാവും. 30 വർഷത്തിലോ 330 ദിവസത്തെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് 30 വർഷം ആകുമ്പോൾ എല്ലാ മാസവും നമുക്ക് റമദാനും ഒക്കെ വരും. കാരണം ഒരു വർഷത്തെ വ്യത്യാസം വന്നല്ലോ, ഇങ്ങനെ പുറകോട്ട് പോയിട്ട്. അപ്പോൾ 30 വർഷം കൊണ്ട് 330 ദിവസം വ്യത്യാസം വരുന്നു. 300 വർഷം കൊണ്ടോ 330 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു വർഷം തികഞ്ഞിട്ടില്ല അല്ലേ, ഒരു 0.9 എടുക്കാം. അപ്പോൾ 300 വർഷം കൊണ്ടോ 9 വർഷത്തെ വ്യത്യാസം വരും. 9 വർഷവും ചില്ലറ മാസവും. ആ യാഥാർത്ഥ്യമല്ലേ അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചത് 300ഉം 9 അധികവും എന്ന പ്രയോഗത്തിലൂടെ എന്ന് ബോധ്യമാകുന്ന ഒരു വിശ്വാസിയുടെ വിശ്വാസം വർദ്ധിക്കുമല്ലോ.